വിസ്മയ തുടരുക. ഇപ്പോൾ മരിച്ച വൃദ്ധ ദമ്പതികളുടെ സഹോദരൻ വിനോദ് ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ വിനോദ്, എപ്പോഴായിരുന്നു ഈ സംഭവം? എന്താണ് ഈ സംഭവത്തിന് പിന്നിൽ? കൂടുതൽ വിവരങ്ങളൊക്കെ എങ്ങനെയാണ് നൽകാൻ കഴിയുക? ഇത് എന്റെ അമ്മായിച്ചനും അമ്മായിയാണ് മരിച്ചിരിക്കുന്നത്. ഞങ്ങൾ താമസിക്കുന്ന അവിടെ നിന്ന് 1.5 കിലോമീറ്റർ ഇങ്ങോട്ട് മാറുകയാണ്. 5 മാസം കൊണ്ട് ഞങ്ങൾ അവിടെ താമസിച്ചോണ്ടിരുന്നത്. ഈ മോൻ കേസ് കൊടുത്തിട്ട് ഞങ്ങളെ അവിടെ നിന്ന് മാറ്റിയായിരുന്നു. അമ്മ അച്ഛനും നോക്കിക്കോളാന്ന് പറയുന്നുണ്ട്. അങ്ങനെ മോൻ അവിടെ താമസിച്ചോണ്ടിരിക്കുന്നത്. ഇന്നലെ ഒരു 3 മണിക്ക് ശേഷമാണ് ഇതുണ്ടായത്. എന്നിട്ട് അമ്മ അച്ഛനെ കട്ടിലെ തന്നെ കിടക്കുന്നത്. രണ്ടുപേരും ആ കട്ടിലെ തന്നെ കിടന്നു. ഞങ്ങൾ ചെല്ലുമ്പോൾ രണ്ടുപേർ പെര മൊത്തം കത്തിയത്. മൊത്തം ഷീറ്റിട്ട പെരയായിരുന്നു കംപ്ലീറ്റ്. ഞാനായിരുന്നു പെര വെച്ചത്. ഷീറ്റിട്ട പെരക്കകത്ത് അവർ കിടന്നത്. ആ 2 കട്ടിലെ തന്നെ രണ്ടുപേർ കിടക്കുന്നത്. ആ കിടന്ന പടുതി തന്നെ കിടന്ന് മരിക്കുന്നത്. അത് ഇണ്ണിച്ചിറങ്ങിയിട്ട് ഒന്നുമില്ല. ഹലോ, സംഭവ സമയം വീട്ടിൽ മറ്റാരൊക്കെയാണ് ഉണ്ടായിരുന്നത്? ഇതിനു മുമ്പ് വലിയ എന്തെങ്കിലും തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? നടക്കുന്നുണ്ട്. ഈ 5 മാസം ഞാൻ 20 വർഷം അവിടെ താമസിച്ചോണ്ടിരുന്നത്. ഇളയ മോളെ കെട്ടിയ ഭർത്താവാണ് ഞാൻ. എന്റെ അമ്മായിയമ്മയും അമ്മായച്ചനുമാണ് അത്. എന്റെ ഭാര്യ മരിച്ചുപോയി. 7 വർഷം മരിച്ചിട്ട്. ഞങ്ങളാ നോക്കിക്കൊണ്ടിരുന്നത് അമ്മയും അച്ഛനെയല്ല. അത് ഈ മോൻ അവിടെ താമസിക്കാൻ വേണ്ടി അമ്മയും അച്ഛനെ അടിച്ചെന്നും കൊണ്ട് എന്റെ പേര് കേസ് കൊടുത്ത് 5 മാസത്തിന് മുമ്പ് CIക്ക് മാനാത്ത്. അങ്ങനെ എന്നെ അവിടുന്ന് മാറ്റി ഞാനും മക്കളുടെ വാടക വീട്ടിലായിരുന്നു. വാടക വീട്ടിലായിട്ട് ഞങ്ങൾ ഇന്നലെ രാത്രി 3 മണിയായപ്പോൾ എന്നെ അവിടെ മോള് വിളിച്ചു പറഞ്ഞ് പെരയ്ക്ക് തീ കത്തി വന്ന്. ഞാൻ വിളിച്ച് കയറി ഒരു ഓട്ടോക്കാരനത് കണ്ടത് വഴിയെ പോയെ. അങ്ങനെ ഞങ്ങൾ അത് കഴിഞ്ഞ് അവിടെ ചെല്ലുമ്പം പെര കത്തി തീരാറായി. ഞങ്ങൾ ഈ മോന് നോക്കുക, അവരാരും അനക്കമില്ല. സ്വന്തം അനിയത്തിന്റെ മോള് തൊട്ടിപ്പുറത്ത് താമസിച്ചു. അവരാരും അറിഞ്ഞില്ല ഈ സംഭവം. പിന്നെ അവർ എന്നെ വിളിച്ച് പറയുന്നത്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഇല്ലെന്ന് വിചാരിച്ചു അതിനകത്ത്. പിന്നെ നോക്കിയപ്പോൾ എല്ലാം മാറ്റി കഴിഞ്ഞപ്പോൾ രണ്ടുപേരും ചത്ത കട്ടിലെ തന്നെ രണ്ടുപേരും അതുപോലെ ഇട്ടുണ്ട്. സ്വത്ത് തർക്കം പറയാൻ അയാൾക്ക് മൊത്തം വേണമെന്ന് വേണ്ടി ചെയ്ത പണിയാണ്. നേരത്തെ തൊട്ട് മേല് നോക്കുന്നുണ്ട്. 2 ദിവസം മുമ്പേ അച്ഛനെ അടിച്ചിട്ട് കേസായി മാവേലിക്കര ആശുപത്രിയിൽ നിന്ന്. അടിച്ച് മീൻ മരുന്നിനോട്ടാ കയ്യും കാലും അടിച്ച് അയാൾ വരഞ്ഞത്. അമ്മയെ മേല് നോക്കുമായിരുന്നു ഇയാള്. മേല് നോക്കിച്ച് കേസായി മാനത്ത് കേസ് കൊടുത്തായിരുന്നു. ഇന്ന് 10 മണിക്ക് ചെല്ലണമെന്ന് പറയായിരുന്നു അവിടെ. ഇന്നലെ അവർ പോയായിരുന്നു. പോയിട്ട് ഇന്ന് 10 മണിക്ക് അവിടെ ചെല്ലണം കൊണ്ട് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആളിനെ പിടിച്ച ശകലം പടിഞ്ഞോട്ട് ഒരു വീട്ടിൽ വെച്ച് പിടിച്ചത് ആളിനെ. സൈക്കിളൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അവരെ ശരിക്കും മേല് നോക്കുമായിരുന്നു. അച്ഛനും അമ്മയും മേല് നോക്കുമായിരുന്നു. എന്നിട്ട് പറഞ്ഞു, നിനക്ക് ഡേറ്റ് കണ്ടിട്ടുണ്ട് അമ്മയെടുത്ത്. ചത്തില്ലെങ്കിൽ നിന്നെ ഞാൻ തല്ലിക്കൂലെന്ന് ഈ മോൻ പറയുന്നുണ്ട്. ദിവസവും പറയുമായിരുന്നു. അതിന് ശേഷം ഇതുണ്ടായത് ഇപ്പം. മോനല്ലാതെ വേറെ എന്ന് പറഞ്ഞാൽ കട്ടിൽ കിടന്ന് തന്നെ മരിക്കണമെങ്കിൽ മോൻ എന്തെങ്കിലും ചെയ്തല്ല. ഒരു കട്ടിലെ കിടന്ന് തന്നെ ഈ തീ മരിക്കത്തില്ലല്ലോ. മോൻ തന്നെ ചെയ്ത് വേറെ ആരും ചെയ്യാൻ അവിടെ ഇതില്ല. അതിനെ ഞങ്ങളെ ഓടിച്ചു അവിടുന്ന്. ഞങ്ങളെ പിള്ളേരെ അവിടെ നിന്ന് പറഞ്ഞു വിട്ട് അതിന് വേണ്ടി തന്നെ കേസ് കൊടുത്ത് ഓടിച്ചു അവിടുന്ന്. അവിടുന്ന് 1/2 കിലോമീറ്റർ ഇപ്പുറത്ത് ഞങ്ങൾ താമസിക്കുന്നത്. കൃത്യത്തിന് പിന്നിൽ മകൻ വിജയനാണെന്ന് സംശയിക്കുന്നതായിട്ട് പോലീസ് പറഞ്ഞിട്ടുണ്ട്. പോലീസ് ഇവരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ മൃതദേഹം ഇപ്പോൾ എവിടെയാണുള്ളത്? പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയായോ? ഇല്ല, മാവേലിക്കര. ഞങ്ങൾ അങ്ങോട്ട് പോകാനായിട്ട് സാറ് പറഞ്ഞ് അങ്ങോട്ട് പോകാൻ പറഞ്ഞു. ഞങ്ങൾ അങ്ങോട്ട് പോകാൻ ആശുപത്രിയിലോട്ട് പോകാനായിട്ട് ഇറങ്ങുമായിരുന്നു. ഇവിടുന്ന് അവിടെ നിൽക്കുമായിരുന്നു. ഇപ്പോൾ വീട്ടിൽ നിൽക്കുമായിരുന്നു. അവിടെ ഇപ്പം ഇങ്ങോട്ട് വന്ന് അവിടെ നിന്ന് പോലീസുകാരൊക്കെ അവിടെ ഇപ്പോൾ ഞങ്ങൾ ആശുപത്രിയിലോട്ട് പോകാം. മാവേലിക്കര ആശുപത്രിയിലോട്ട് ഞാനും മോനോടെ. എനിക്ക് 2 മക്കളാണ് ഉള്ളത്. അവിടെ ഇനി ഒരു മോളുണ്ട് നേരത്തെ താമസിക്കുന്നത്. 5 മക്കളായാലും 3 പേര് മരിച്ചുപോയി. ബാക്കി 2 പേരുണ്ട്. ഒരാൾ വിജയനും 1 ശ്യാമളയും. ശ്യാമള നിരണത്ത് താമസിക്കുന്നത്. അങ്ങനെ ഇപ്പം ഞങ്ങൾ ആശുപത്രിയിലോട്ട് പോയിട്ട് അവിടെ ചെന്നിട്ട് വേണം ഇനി എന്തുവാന്ന് അറിയാൻ വേണ്ടി അങ്ങോട്ട് പോവുക ആശുപത്രിയിലോട്ട്. ഈ കക്ഷി വെള്ളമൊക്കെ അടിക്കാൻ വെള്ളം അടിച്ചിട്ട് മെനങ്ങാന്ന് അടിച്ച പടിയിട്ട് അവർ എന്നെ വിളിച്ചു പറയാം, അണ്ണാ ഇത് കൊച്ചുകൊണ്ട് ഇതുപോലെ അവർ രാത്രി 12 മണി കിടന്ന് വിളിച്ചു പോയെന്ന് പറഞ്ഞു കേട്ടോ അമ്മയച്ഛനും. ഞങ്ങൾ അങ്ങോട്ട് പോകാഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മുടെ പേര് വീണ്ടും പ്രശ്നം. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് ചെല്ലാഞ്ഞത്. ഈ മോൻ ചെയ്താലും ഞങ്ങൾക്ക് പേര് പണി വരും. അതുകൊണ്ട് ഞങ്ങൾ പോകാഞ്ഞത് അതുകൊണ്ട് തന്നെയായിരുന്നു. ഇന്നിപ്പോൾ ഇത്ര ഇങ്ങനെ ചെയ്യുമെന്ന് നമ്മളും അറിഞ്ഞില്ല. ആളിങ്ങനെ ഇത്ര ഇതായിട്ടുള്ള ക്രൂരനാന്ന് നമ്മളും അറിഞ്ഞില്ലായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന്. തല്ലി മീൻ എങ്ങനെ വരാം അതുപോലെ അവരുടെ കയ്യും കാലും ഒക്കെ നമുക്ക് കണ്ടിട്ടങ്ങ് ഇതായി പോയങ്ങ്. 17 വർഷം കൊണ്ട് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു ഈ അമ്മയച്ഛന് ഭാര്യയായിട്ട്. ഈ മോൻ 33 വർഷം ആയിരുന്നു പിണങ്ങിപ്പോയിട്ട്. ഇപ്പോഴാ ഈ 5 മാസമേ തിരിച്ചവിടെ വന്നിട്ട് വരും. അവിടെ വരത്തില്ലായിരുന്നു. തൊട്ട് കിഴക്കേറത്ത് അമ്മയുടെ അനിയത്തിയുടെ മോളെ താമസിക്കുന്നത്. അവിടെ വരും. പിന്നെ മോടെ മക്കളെ അവരെയൊക്കെ വിളിക്കുമായിരുന്നു. അങ്ങോട്ട് വരത്തില്ലായിരുന്നു. ഇവരെ നോക്കത്തൊന്നുമില്ല. ഞാൻ തന്നെ നോക്കിക്കൊണ്ടിരുന്നത് ഈ അമ്മയച്ഛനെ. ഞാൻ ഭാര്യയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. ഭാര്യ മരിച്ചിട്ട് 7 വർഷമായി. ഇളയ മോള് ഞാനാ നോക്കിക്കൊണ്ടിരുന്നത്. വേറെ ആരും അല്ലായിരുന്നു. ഈ മോന് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി ആയിരിക്കും കേസ് കൊടുത്തത്. തള്ളയും തന്തയും കൊല്ലാൻ വേണ്ടി ആയിരിക്കും കേസ് കൊടുത്ത് ഞങ്ങളെ അവിടെ ഓടിച്ചത്. സ്വത്തിന്റെ പ്രശ്നം കാരണം. സ്വത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ള സ്വത്താണ് അത്. കുടുംബ സ്വത്താണ് നേരത്തെ തൊട്ടുള്ള. അത് വിലയ്ക്ക് മേടിച്ചല്ല, പൂർവ്വരായിട്ടുള്ള സ്വത്താണ് അത്. കൃത്യത്തിന് പിന്നിൽ മകൻ വിജയൻ തന്നെയാണെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? പിന്നെ വിജയൻ തന്നെ, വേറെ ആരും ചെയ്യത്തില്ലല്ലോ അത്. അല്ല അതിന് മുമ്പത്തെ ദിവസം അടിച്ചല്ലേ ആൾ ഒളിച്ചുകൊണ്ട് ഉടുപ്പില്ലാതെ അവിടുന്ന് പോയി സൈക്കിൾ വെച്ചിട്ട്. ഉടുപ്പ് ഇല്ലാതെ ആൾ കണ്ടമ്പഴി ഓടി പോയി. കിടന്നിടത്ത് തന്നെ ആള് മരിച്ചേക്കുന്നത്. സാറിനൊരു നമുക്കൊരു ശകലം ശരീരം ജീവനുണ്ട് ചൂട് ചെല്ലുമ്പോൾ എങ്ങനെ എണ്ണിച്ചോടും. കിടന്നിടത്ത് തന്നെ കട്ടിലെ ആ ചരിഞ്ഞ് സാറിന് അച്ഛനെന്ന് പറഞ്ഞാൽ കാല് മടക്കി കിടക്കുന്നത് അതേപോലെ കിടക്കുമായിരുന്നു.
കൈ കൊരുത്ത് കെട്ടിക്കൊണ്ട് അങ്ങനെ തന്നെ കിടക്കുമായിരുന്നു. അമ്മയും ചരിഞ്ഞ് ആ തടി തന്നെ കിടക്കുമായിരുന്നു. ഞാൻ സാറേ ഞാൻ എനിക്കറിയാം അവിടെ മുറിയാതെ കിടക്കുന്നത് 2 കട്ടിലായിട്ട് കിടന്നുകൊണ്ടിരുന്നത്. പ്രായമുള്ളതല്ലേ, 95 വയസ്സ് മുതലുള്ള അച്ഛന്. അമ്മയും അത് തന്നെ 87 വയസ്സ്, 2 കട്ടിലാണ് കിടക്കുന്നത്. അമ്മ ചരിഞ്ഞ കിടക്കുന്നത്. അമ്മയ്ക്ക് ഈ ഷുഗറിന്റെ ഒക്കെ പ്രശ്നമുള്ളതുകൊണ്ട് അമ്മയ്ക്കുമായി. അങ്ങനെ ഞാൻ സാറേ അമ്മ ഇതിനകത്താണ് കിടന്നത്. ഞാൻ നോക്കിയപ്പോൾ ഷീറ്റിന്റെ അടിയിലുണ്ട് 2 പേര്. അവർക്കാർക്കും അറിയത്തില്ലായിരുന്നു. ഫയർഫോഴ്സുകാർ എപ്പോഴും വന്ന് മൊത്തം തീർന്ന് കത്തിയപ്പോഴെ താഴെ വീണ് വരെ. ആ ഒരു മുറി ആദ്യം കത്തിപ്പോയേക്കുന്നത്, വേറെ എങ്ങും അല്ല. ആദ്യം കത്തിയപ്പോൾ അവര് കട്ടിലെ മൊത്തം കത്തിപ്പോയത് കിടന്നത്. പെരയുടെ മേള് വന്നു. ആ ഒരു മുറി മൊത്തം വാർത്ത തൂണ് വരെ അതിന്റെ ഇളകി പോയത്. എന്നിട്ട് വടക്കാൻ മറിക്കാൻ സൈക്കിൾ അവിടെ ഇരിപ്പുണ്ട്. ഉടുപ്പിടാതെ ആള് പോയത്. തെറ്റുകെട്ടിൽ ഓടേണ്ട കാര്യം എന്തോ, അവിടെ നിന്നാ പോരെ. ആൾ ഓടി അവിടെ വീട്ടിൽ ഒളിച്ചിരുന്ന് പോയി, കണ്ടത്തിനകത്ത് പോയി. അങ്ങനെ ആളിനെ പോയി പൊക്കിയത്. നന്ദി ശ്രീ വിനോദ്. മരുമകൻ വിനോദാണ് ഇപ്പോൾ കേരള വിഷൻ ന്യൂസിനോട് പ്രതികരിച്ചത്. ആലപ്പുഴ മാന്നാറിലാണ് വീടിന് തീപിടിച്ച് വൃദ്ധ ദമ്പതിമാര് മരിച്ചത്. ചെന്നിത്തല കോട്ടമുറി കൊറ്റോട്ട് വീട്ടിൽ രാഘവൻ, ഭാര്യ ഭാരതി എന്നിവരാണ് മരിച്ചത്. കൃത്യത്തിന് പിന്നിൽ മകൻ വിജയനാണെന്ന് സംശയിക്കുന്നതായിട്ടാണ് പോലീസ് പറയുന്നത്. ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്.